ഗസയിലേക്ക് കൂടുതൽ സഹായ വിതരണം എത്തിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് സമാന്തരമായി ഇസ്രായേലി മാധ്യമങ്ങളിൽ അത്ര ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ഇസ്രായേലി സൈന്യത്തിനകത്തെ പൊട്ടിത്തെറികളെയും വിയോജിപ്പുകളെയും കുറിച്ചായിരുന്നു അത്. പല ഇസ്രായേലി സൈനികരും ഗസയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നറിയിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇസ്രായേലി സൈന്യത്തിനിടയിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നുവെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. സ്വാഗതം. ഇസ്രായേലി ഭരണകൂടം നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് ഇസ്രായേലി സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ്. 1.5 വർഷത്തോളമായി തുടരുന്ന ഗസൻ വംശഹത്യയിൽ പങ്കാളിയാകാൻ വയ്യെന്നാണ് അവർ പറയുന്നത്. IDFന്റെ റിസർവ് സൈനികരിൽ നിരവധി പേർ ഡ്യൂട്ടിക്കെത്താത്ത സംഭവങ്ങൾ അനവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ 3 സൈനികരെ പിരിച്ചുവിടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം. ഇനിയും ഗസയിലേക്ക് പോകാൻ സാധിക്കില്ലെന്ന് നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത്. നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവരാണ് 3 പേരും. സഹപ്രവർത്തകരിൽ പലരുടെയും മരണം, ദുഷ്കരമായ കാഴ്ചകൾ, ദാരുണമായ അനുഭവങ്ങൾ എന്നിവ മൂവരെയും ബാധിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് IDF വാദിക്കുന്നത്. IDFന്റെ റിസർവ് സൈനികരിൽ പലരും വിട്ടുനിൽക്കാറുണ്ടെങ്കിലും നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവർ ഇങ്ങനെ വിസമ്മതം രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. മിക്ക സൈനികരും സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു എന്നാണ് സൈനികരുടെ അമ്മമാരുടെ സംഘടന അഭിപ്രായപ്പെടുന്നത്. ഏകദേശം 18,500 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ കണക്ക്. എന്നാൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇത് 6,145 ആണ്. ഒപ്പം ഗസയിൽ 895 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. യദിയോത്ത് അഹ്റോനോത്ത് എന്ന ഇസ്രായേലി മാധ്യമത്തിന്റെ കണക്ക് പ്രകാരം 10,000-ലധികം സൈനികരാണ് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. 3,679 പേർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ മാത്രം 4 സൈനികരാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 7 മാസത്തിനിടെ 19 പേർ ഇത്തരത്തിൽ ആത്മാഹുതി നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഗസയിലെ അധിനിവേശം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ സൈന്യത്തിനിടയിൽ തന്നെയുള്ള വിയോജിപ്പ്. അങ്ങനെ പലതരത്തിലും സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി ഭരണകൂടം ഗസയിലേക്ക് കൂടുതൽ സഹായ വിതരണങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിനായി ദിവസേന 10 മണിക്കൂർ നേരം ആക്രമണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. പട്ടിണി ആയുധമാക്കി ഗസയിൽ സൈനിസ്റ്റുകൾ നടത്തുന്ന വംശഹത്യക്കെതിരെ കടുത്ത സമ്മർദ്ദം ഉയർന്നതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. അൽ മവാസി, ദൈറുൽ ബല, ഗസ സിറ്റി എന്നിങ്ങനെ ഗസയിലെ 3 കേന്ദ്രങ്ങളിലാണ് ദിനേന ആക്രമണം നിർത്തിവെക്കുക. സൈനികർക്കിടയിൽ ഉയർന്നുവരുന്ന എതിർപ്പുകളും വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയുമെല്ലാം ഈ തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് എന്നും വിലയിരുത്തലുകളുണ്ട്.